24 ബിഗ് ഇമ്പാക്റ്റിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി പോകുന്നു. ബാർക്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 24 വാർത്തയിൽ കേന്ദ്ര സർക്കാരിന്റെ നിർണായക ഇടപെടൽ. സംസ്ഥാന പോലീസ് മേധാവിയിൽ നിന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം റിപ്പോർട്ട് തേടി. വിശ്വാസ്യതയും സമഗ്രതയും ഉറപ്പാക്കുന്നതിനായി സാഹചര്യങ്ങൾ നിരീക്ഷിക്കുന്നുവെന്നാണ് മന്ത്രാലയം വ്യക്തമാക്കിയത്. ലോക്സഭയിൽ കെ സുധാകരൻ, ഡീൻ കുര്യാക്കോസ് എന്നിവരുടെ ചോദ്യങ്ങൾക്കാണ് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി ഡോക്ടർ എൽ മുരുകന്റെ മറുപടി. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായുണ്ട്. ബൽറാം, ഇതിൽ വളരെ വിശദമായി തന്നെയാണ് 24ന്റെ ഒരു പരാതി ഉണ്ടായിരുന്നത്. അതിൽ എന്താണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിട്ടുള്ളത് എന്നത് കേരളത്തോട് അറിയിക്കാൻ കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ഇതിന്റെ വിശ്വാസ്യത ഉറപ്പാക്കാനുള്ള നടപടികളിലേക്ക് കടക്കും എന്നുകൂടി കേന്ദ്രമന്ത്രി ഉറപ്പ് നൽകിയിരിക്കുകയാണല്ലോ. എന്താണ് ഇന്ന് ലോക്സഭയിൽ ഉയർന്ന ചോദ്യം? അതിനുള്ള മറുപടി എന്തായിരുന്നു? അനുജ, കേരളത്തിലെ ബാർക്ക് റേറ്റിംഗ് തട്ടിപ്പിനായി അല്ലെങ്കിൽ അതിൽ കൃത്രിമത്വം നടത്തുന്നതിനായി ഒരു ചാനൽ ഉടമയും ബാർക്കിലെ ഒരു ജീവനക്കാരനും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച് 24 പുറത്തുവിട്ട വാർത്ത, ഓപ്പറേഷൻ സത്യയിലൂടെ പുറത്തുവിട്ട വാർത്ത, അത് ശ്രദ്ധയിൽപ്പെട്ടു എന്നാണ് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം പാർലമെന്റിൽ അറിയിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്ന കാര്യവും കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ ലോക്സഭയിൽ നൽകിയ മറുപടിയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത FIR, അതിന്റെ വിശദാംശങ്ങൾ, ഈ FIRൽ സ്വീകരിച്ച തുടർ നടപടികളുടെ വിശദാംശങ്ങൾ എന്നിവ സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങൾ അറിയിക്കാനാണ് സംസ്ഥാന DGPയോട് കേന്ദ്ര സർക്കാർ, കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ ഈ ബാർക്ക് റേറ്റിംഗ് സംബന്ധിച്ചുള്ള സുതാര്യത ഉറപ്പാക്കാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാകും എന്നും അതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞതായും ഈ മേഖലയുടെ സുതാര്യതയും അതിൻ്റെ വിശ്വാസ്യതയും ഉറപ്പാക്കാൻ ഈ മേഖല സംബന്ധിച്ചുള്ള സൂക്ഷ്മമായ പരിശോധനകൾ, നിരീക്ഷണം കേന്ദ്ര സർക്കാർ നടത്തുന്നുണ്ട് എന്ന കാര്യവുമാണ് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി അറിയിച്ചിരിക്കുന്നത്. ഇത് ലോക്സഭയിൽ രേഖാമൂലം മറുപടി നൽകുന്നതിനായി കേരളത്തിൽ നിന്നുള്ള 2 MPമാർ, കെ സുധാകരൻ MP, ഡീൻ കുര്യാക്കോസ് MP എന്നിവർ ഉന്നയിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിയിലാണ് ഇക്കാര്യം കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. 5 ചോദ്യങ്ങളാണ് ഈ വിഷയത്തിൽ ഈ 2 MPമാർ ഉന്നയിച്ചിരുന്നത്. ഇത്തരത്തിൽ ബാർക്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്നതായിരുന്നു ഒരു ചോദ്യം. ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചു, ബാർക്ക് ഈ വിഷയത്തിൽ എന്ത് നടപടി സ്വീകരിച്ചു, ഈ ജീവനക്കാരനെതിരെ നടപടി എടുത്തിട്ടുണ്ടോ, ഒപ്പം തന്നെ ഈ ചാനലിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ എടുത്തിട്ടുണ്ടോ, കൂടാതെ ഈ ചാനൽ ഉടമയുടെ പൂർവ്വ തട്ടിപ്പ് ചരിത്രം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സർക്കാരിന് അറിവുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് 5 ചോദ്യങ്ങളായി ഉന്നയിച്ചത്. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയിലാണ് ഈ വിഷയത്തിൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത FIRമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ, അതിൽ സ്വീകരിച്ച നടപടികൾ എന്തെല്ലാം എന്ന കാര്യത്തിൽ സംസ്ഥാന DGPയോട് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്ന കാര്യം കേന്ദ്ര സർക്കാർ അറിയിക്കുന്നത്. തുടർന്ന് ഈ ബാർക്ക് റേറ്റിംഗിന്റെ സുതാര്യത ഉറപ്പാക്കാനുള്ള സൂക്ഷ്മമായ നിരീക്ഷണം സർക്കാർ നടത്തുമെന്നും ആവശ്യമായ മറ്റ് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞതായുമാണ് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം പാർലമെന്റിൽ അറിയിച്ചിരിക്കുന്നത്. ബാർക്കിൽ വലിയ തട്ടിപ്പ് നടക്കുന്നുണ്ട്, റേറ്റിംഗിൽ വലിയ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് എന്നുള്ള 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ അത് പാർലമെന്റിൽ ഉയർന്ന് വന്നിരിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള MPമാരുടെ ചോദ്യങ്ങൾക്ക് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രിയുടെ മറുപടി. അതിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്, കേരള DGPയോട് എന്ത് നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന്റെ വിശ്വാസ്യത ഉറപ്പാക്കും ബാർക്ക് റേറ്റിംഗിന്റേത്. അതിനുവേണ്ടിയുള്ള നടപടികൾ കൂടി കൈക്കൊള്ളും എന്നും മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.